മോനെ, ദൈവം പറയണത് ഞാൻ അനുസരിക്കണം. ദൈവം അങ്ങനെ പറയൂ? ദൈവം തന്നെ തന്നു എന്നല്ലേ അപ്പച്ചൻ എപ്പോഴും പറയാറ്. എന്നെ ദൈവം തന്ന എന്നെ ദൈവം കൊല്ലാൻ പറയൂ? മോനെ, അപ്പച്ചന് ദൈവത്തിന്റെ സ്വരം നല്ല പരിചയമാണ്. അപ്പച്ചോ, എന്നെ കൊല്ലല്ലേ. ഇവിടെയാണ് പരീക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ മുഹൂർത്തം. കർത്താവ് അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെന്താ ചെയ്യാൻ പോണത്? ഇസ്ഹാക്ക് അപ്പച്ചനെ കെട്ടിപ്പിടിച്ച് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോഴെങ്കിലും അബ്രാഹത്തിൻ്റെ മനസ്സ് മാറുമോ എന്ന് നോക്കുകയാണ്. മാറുന്നില്ല. അബ്രാഹം മകനെ മേത്തുനിന്ന് അങ്ങ് പിടിച്ച് മാറ്റിയിട്ട് പറഞ്ഞു, മോനെ, നീ എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. നിനക്കറിയോ ഞാൻ എന്താ വിശ്വസിക്കുന്നത്? നിനക്കറിയോ ദൈവം എനിക്ക് തന്ന വിശ്വാസം എന്താന്ന്? മോനെ, നിനക്കറിയോ നിന്നെ ഞാൻ കഴുത്തറത്ത് കൊന്നാലും നമ്മുടെ കർത്താവ് മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിവുള്ളവരാണ്. നമ്മുടെ കർത്താവ് മരിച്ചവരെ ഉയർപ്പിച്ച് വീണ്ടും അതുപോലെ തന്നെ ജീവൻ നൽകാൻ കഴിവുള്ളവനാണ്. അപ്പച്ച, അങ്ങനെയാണോ? എന്നെ കൊന്നാലും ഉയർപ്പിച്ച് അതുപോലെ തന്നെ ആക്കാൻ പറ്റുമോ? അതെ, അതാണ് കർത്താവ്. എന്നാ ഇതാ എന്നെ കൊന്നോളൂ. അപ്പച്ച, ഞാനും അത് വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോഴാണ് അബ്രാഹത്തിൽ നിന്ന് ആ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുകയാണ്. ഇസ്ഹാക്ക് പറയാണ്, ഞാൻ തയ്യാറാണ്, ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ബലിയർപ്പിച്ചാൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാണ് കർത്താവ് ഈശോ മിശിഹ എപ്പോഴും പറഞ്ഞിരുന്നത്. അവരെന്നെ കൊല്ലും, എന്നാൽ 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഇസ്ഹാക്കിനെ കെട്ടി ബലിപീഠത്തിൽ കിടത്തി അബ്രാഹാം ആ വാക്കത്തിയെടുത്ത് കഴുത്തിൽ ആ വാക്കത്തി വെക്കാൻ പോകുന്ന നിമിഷത്തിൽ മാലാഖ വാക്കത്തി വലിച്ചു. എവിടെ പോയി? വാക്കത്തി കാണാനില്ല. എന്ത് പറ്റി? എന്റെ വാക്കത്തി കാണാനില്ല. കർത്താവേ, എന്താ ചെയ്യണത്? ഏബ്രഹാം, ഇപ്പോഴെനിക്ക് മനസ്സിലായി നീ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നു എന്ന്. ഇപ്പോഴെനിക്ക് മനസ്സിലായി. നീ നിന്റെ ഏകമകനെ പോലും ബലിയർപ്പിക്കാൻ മടിക്കായികയാൽ ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു. ഏബ്രഹാം, ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു, നിന്റെ സന്തതിയിലൂടെ ലോകം മുഴുവനും അനുഗ്രഹിക്കപ്പെടും. ഞാൻ നിന്നോട് ശപഥം ചെയ്യുന്നു. ഇതാണ് രക്ഷാകര പദ്ധതിയിലെ നിർണായകമായ ഒരു സംഭവം. ദൈവം മനുഷ്യനോട്, അബ്രാഹത്തിനോട് ശപഥം ചെയ്തിരിക്കുന്നു. ഈ ശപഥം, ആ ഉടമ്പടിയും അചഞ്ചലമാണ്, ഇറിവോക്കബിളാണ്. ആർക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. ദൈവത്തിന് പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ശപഥം ആണ്. ആ ശപഥവും ഉടമ്പടിയും അനുസരിച്ചാണ് കർത്താവ് ഈശോ മിശിഹായെ ദൈവം തൻ്റെ മകനെ ബലിയർപ്പിച്ചത്. അബ്രാഹാം തൻ്റെ മകനെ ബലിയർപ്പിച്ചപ്പോൾ ദൈവം ഉടനെ ഇത് തീരുമാനിച്ചു, ഇനി എൻ്റെ മകനെ ഞാൻ ബലിയർപ്പിക്കും. ഈ വിശ്വാസമാണ് നമ്മളിലേക്ക് ദാനമായി നൽകിയിരിക്കുന്നത്.
യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അബ്രാഹത്തിന് ദൈവം കൊടുത്ത വിശ്വാസത്തിൻ്റെ പിന്തുടർച്ചാവകാശം ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയാണ്. അതവൻ്റെ അവകാശമാണ്. നമ്മുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല. ഇനി ഒരു പടി കൂടി ചെന്നാൽ അബ്രാഹാം വിശ്വസിച്ചു. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനം വായിക്കാം. റോമർ 4:5 പറയുകയാണ്, എന്താണ് അബ്രാഹാം വിശ്വസിച്ചത്? പ്രവൃത്തി കൂടാതെ പാപിയെ നീതീകരിക്കുന്നവനിൽ ഉള്ള പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. ഒന്നുച്ചത്തിൽ വായിക്കാം. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. കണ്ടോ? ഇത് മനസ്സിലാക്കുക വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ദൈവനീതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഇവിടെ നിന്നാണ് ആരംഭം. അബ്രാഹാം ദൈവനീതിയിൽ വിശ്വസിച്ചു. എന്താണ് അബ്രാഹാം ദൈവനീതിയിൽ വിശ്വസിച്ചത്? അബ്രാഹത്തിന് വിശ്വാസം കിട്ടിയത് വല്ല പ്രവൃത്തി കൂടെയാണോ? ഒരു പ്രവൃത്തിയും കൂടാതെ പാപിയെ നീതീകരിക്കുന്നു ദൈവമെന്ന്. അത് അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിൻ്റെ കണ്ടന്റിൻ്റെ ഒരു ഭാഗമായിരുന്നു. എന്താണ് അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസത്തിൻ്റെ ഭാഗം? ഒന്നുകൂടി എല്ലാവരും പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു. ഇതാണ് യഥാർത്ഥ വിശ്വാസം. അതായത് നമ്മുടെ നിയമങ്ങളോ ചട്ടങ്ങളോ അനുസരിച്ചുള്ള പ്രവൃത്തി അല്ല, പാപിയെ സൗജന്യമായി നീതീകരിക്കുന്ന ദൈവത്തിൻ്റെ ആ നീതിയിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവന് നീതീകരണം കിട്ടുന്നു. ഇത് പിള്ളേർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, വിഷമിക്കേണ്ട. എനിക്ക് തന്നെ ഇതൊരു 3-4 വർഷമായിട്ടുള്ളൂ മനസ്സിലായിട്ട്. ആരും പറഞ്ഞില്ല, അതുകൊണ്ടാണ്. ഈ വചനം എവിടെയെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇതൊന്നും ആരും പറയില്ല. നമ്മൾ കേൾക്കുന്നത് ശിക്ഷിക്കുന്ന വചനങ്ങളാണ്. ഇത് ചെയ്യുകയാണെങ്കിൽ ഇന്ന ശിക്ഷ ഉണ്ടാവും, ഇത് ചെയ്യുകയാണെങ്കിൽ ഇന്ന ശാപം ഉണ്ടാവും. അതുകൊണ്ട് ആ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്. ഇവിടെ പറയണത് എന്താണ്? പ്രവൃത്തി കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിലുള്ള വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. നമുക്കൊന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സാവധാനം മനസ്സിലാവും. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങൾക്ക് അബ്രാഹത്തിന് കൊടുത്ത വിശ്വാസം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കാം. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് നന്ദി പറയണം. വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ് ദൈവമെന്നും പാപിയെ നീതീകരിക്കുന്നവനാണ് ദൈവമെന്നും
ഇരിക്കാം. അപ്പോൾ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം, കണ്ടന്റ് ഓഫ് ദ ഫെയ്ത്ത്, വിശ്വാസം നമുക്ക് ദാനമായിട്ട് കിട്ടിയിരിക്കുന്നു. ആ കിട്ടിയിരിക്കുന്ന വിശ്വാസം അബ്രാഹത്തിന് കൊടുത്ത അതേ വിശ്വാസമാണ്. അതാണ് മാതാവിന് ലഭിച്ചത്. അതുകൊണ്ടാണ് മാതാവിൻ്റെ സ്തോത്രഗീതത്തിലെല്ലാം മാതാവ് പറയുന്നത്, ഇത് അങ്ങയുടെ പിതാവായ അബ്രാഹത്തിനോട് നൽകിയ വിശുദ്ധമായ വാഗ്ദാനം അനുസരിച്ചിട്ടാണ്. അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനവും ശപഥവും പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിലൂടെ. ഇനി നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളിലേക്ക് പ്രവേശിക്കാം. ഈ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വിശ്വാസികളായ എല്ലാവരും ഈശോയുടെ കൂട്ടുവേലക്കാരാണ്, ഈശോയുടെ സഹപ്രവർത്തകരാണ്. ഈശോ പറഞ്ഞു, ഞാൻ മുന്തിരിച്ചെടിയും